കാലഘട്ടത്തിൽ നമുക്കിത് ഏറ്റവും ആവശ്യമാണ്. ഒരു തുറവി നമുക്ക് ആവശ്യമാണ്. ഏതിലേക്ക് കടന്നു എന്നാലും അവിടെയെല്ലാം നമ്മൾ കാണുന്നത് തുറവിയില്ലാത്ത പ്രവർത്തനമാണ്. തുറവിയില്ലാത്ത പ്രവർത്തനം. തുറവിയില്ലാതെ കുടുംബങ്ങളിൽ പോലും പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്ന മക്കളെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. മാതാപിതാക്കൾക്ക് മക്കളുടെ മുമ്പിൽ തുറക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കളുടെ മുമ്പിൽ തുറക്കാൻ പറ്റുന്നില്ല. ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും തുറവി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ബദറിനോട് കർത്താവ് പറഞ്ഞത് ഇതാണ്. എന്താണ് പറഞ്ഞത്? തുറക്കപ്പെടട്ടെ, എഫാത്ത. അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണോ തുറവി ആവശ്യമുള്ളത്, ഓപ്പൺ മൈൻഡ് എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അവിടേക്കെല്ലാം. അപ്പോൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദുർബലരാകാതെ ധൈര്യം അവലംബിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിലൊരു തുറവി വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ജീവനോടെ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ദൈവത്തിലേക്ക് തുറക്കണം. പഞ്ചേന്ദ്രിയങ്ങൾ ദൈവത്തിലേക്ക് തുറന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മൾ ഒത്തിരി നോമ്പും ഉപവാസമൊക്കെ എടുക്കും, ഇറച്ചിയും മീനും ഒക്കെ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കാതുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാണണ്ടാത്തത് കാണാതിരിക്കാനും കേൾക്കണ്ടാത്തത് കേൾക്കാതിരിക്കാനും പറയണ്ടാത്തത് പറയാതിരിക്കാനും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പം യൂത്തിന് കൗൺസിലിംഗ് നടത്തും. കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പിള്ളേരോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ആരായിരിക്കും? നമ്മുടെ ഹൃദയത്തിൽ ആരാ ഉള്ളേ? നമ്മുടെ ഹൃദയത്തിൽ ആരാ? ഒറ്റ വാക്കിൽ ഈശോ എന്ന് പറയാ? വേറെ എല്ലാവരും ഉണ്ടോ? ഈശോ മാത്രമേ ഉള്ളോ? സ്നാപയോഗനാണോ? ആരാ ഉള്ളേ? തൃത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയില്ല അല്ലേ? നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ലേ? എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? മമ്മദീസ എന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് നമ്മൾ രൂപാന്തരപ്പെട്ടു. അപ്പം നമ്മുടെ ഉള്ളിൽ ആരാ എന്ന് ചോദിച്ചാൽ ഈശോ തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് വേറെ തിന്മയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരാൾക്ക് ഒരു വിലകെട്ട വാക്ക് പറയാൻ പോലും പറ്റുകയില്ല. വിലകെട്ടത് ചെയ്യാനോ വിലകെട്ടത് പറയാനോ പറ്റുകയില്ല. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവചനം 15:19 പറയുന്നതാ, വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ കൊണ്ട് നിന്റെ നാവിനെ നിറയ്ക്കുക, എങ്കിൽ എൻ്റെ നാവ് പോലെയാകും നിന്റെ നാവ്. അപ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ അടുക്കണം, സഹോദരങ്ങളിലേക്ക്, ഈശോയിലേക്ക് അടുക്കാതെ, ഈശോയെ കൊണ്ട് നിറയാതെ എൻ്റെ കാതും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എൻ്റെ മനസ്സിൻ്റെ സകല വ്യാപാരങ്ങളും ഒരു ദൈവിക ചിന്ത കൊണ്ട് നിറയണം. ദൈവിക ചിന്ത കൊണ്ട്. ഇന്ന് രാവിലെ പള്ളിയിൽ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അവിടെ എല്ലാ പള്ളികളിലും പഴയ നിയമം വായിക്കും. പഴയ നിയമത്തിൻ്റെ ആദ്യത്തെ വായന ഏതായിരുന്നു? 48 28:1 മുതൽ. എല്ലാവരും ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്. രാവിലെ പള്ളിയിൽ വായിച്ച വചനമാണ് നിയമാവർത്തനം 28:1 മുതൽ. അതായത് അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കുക നമ്മളെ. നീ ദൈവത്തിൻ്റെ വഴിയിലൂടെ പോയാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും. നിനക്കെതിരെ വരുന്ന ശത്രുക്കൾ വരുവാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അവരെ ഏത് വഴി കൂടെ വിടും? നിനക്കെതിരെ 7 അല്ലെങ്കിൽ ആര് വരുന്നോ അവരെ 7 വഴിയിലൂടെ പലായനം ചെയ്യിക്കുക. നിന്റെ കൃഷിയിടത്തിൽ നിനക്ക് സമൃദ്ധി ലഭിക്കും. നിന്റെ അപ്പക്കുട്ടയിൽ അപ്പം കുറയുകയില്ല. മാവ് കുഴയ്ക്കുന്ന കലത്തിൽ ഒരിക്കലും അതിനൊരു കുറവും സംഭവിക്കില്ല. നിന്റെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ദേശത്ത് നിനക്ക് മഴ ലഭിക്കും. നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നതിനാൽ ലോകത്തിലുള്ളവർ നിന്നെ കണ്ടാൽ ഭയപ്പെടും.
കർത്താവിൻ്റെ നാമം വഹിച്ചുകൊണ്ടാണോ നമ്മൾ നടക്കുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ദൈവത്തെ കൊണ്ട് നിറയണം. നമ്മുടെ സംസാര ശൈലി ദൈവത്തെ കൊണ്ട് നിറയണം. നമ്മുടെ അധരങ്ങളിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപപ്പെടുക. ഓരോ കുർബാനയിലും പുതിയ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പുതിയൊരു അഭിഷേകവും പുതിയൊരു അനുഭവവും ലഭിച്ച് നമ്മൾ പുതു സൃഷ്ടികളായിട്ട്. അതുകൊണ്ടാണ് യെശയ്ക്കേൽ 36:26 പറയുന്നത്, നിന്നിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നിന്നെ ഞാൻ സ്ഥാപിക്കും. ഒരു പുതിയ അനുഭവം നമുക്കുണ്ടാകണം. ഈ പുതിയതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റാത്തത്, മറ്റുള്ളവരിൽ ഈശോയെ കാണാൻ പറ്റാത്തത്. ഒരു പുതിയ അഭിഷേകമുള്ള ഹൃദയം നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിലകെട്ടതൊന്നും നിന്നിലേക്ക് അടുത്തു വരരുത്. വിലകെട്ടതിനെയൊക്കെ നീ മാറ്റണം. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ സംസാരത്തെ, നാവ് ഏറ്റവും ചെറിയ അവയവമാണ്, പക്ഷേ ഈ നാവ് കൊണ്ടാണ് അധികം തിന്മയും വലിയൊരു സ്ഥലത്തെ നമുക്ക് ചാമ്പലാക്കി കളയാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തിയാണ് നമ്മുടെ നാവിന്. വലിയൊരു തീയിടാനുള്ള ഒരു വലിയ ശക്തി നമ്മുടെ നാവിനുണ്ട്. അതുകൊണ്ട് ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമായി ഈ നാവിനെ നിയന്ത്രിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. നാവിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് കൃപ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സംസാരത്തെ സൂക്ഷിക്കണം. അപ്പൊ വിശുദ്ധിയിലേക്കാണ് നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പഠിപ്പിക്കുന്നത്? 1 തെസ്സലോനി 4:7 പറയുന്നുണ്ട്, നിന്നെ വിശുദ്ധിയിലേക്കാണ് വിളിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല. അശുദ്ധിയിലേക്കല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5:8 നമ്മളെ പഠിപ്പിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുന്നുണ്ടോ? ദൈവത്തെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് നൂറാ, ഉണ്ട്. ദിവസവും നമ്മൾ ഈശോയെ, ഓരോ നിമിഷവും നമ്മൾ ഈശോയെ കണ്ടുകൊണ്ടായിരിക്കുന്നേ. അതായത് ഈ കാണപ്പെടുന്ന ഈ സഹോദരനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യുകയാണ്? കാണപ്പെടാത്ത ദൈവത്തെ കണ്ടുകൊണ്ട് അവന് ശുശ്രൂഷ ചെയ്യുക. അതുകൊണ്ട് ഈശോ വചനത്തിലൂടെ പറയുന്നത്, ഞാൻ ഒരേ ഒരു നിയമമേ നിനക്ക് തന്നിട്ടുള്ളൂ. എന്നാ നിയമമാ? ഈശോ തന്നിരിക്കുന്ന നിയമം ഏതാ? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതുവഴി ആരായിട്ട് മാറും? എൻ്റെ ശിഷ്യരായിട്ട് മാറും. അപ്പൊ ഈശോയുടെ സ്നേഹം ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് ആ സ്നേഹം കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് വായിച്ച സുവിശേഷം ഏതായിരുന്നു? യോഹന്നാൻ 15. അതിനകത്ത് ആരുടെ കാര്യമാണ് പറയുന്നത്? മുന്തിരിച്ചെടി. ശാഖ മുന്തിരിയോട് ചേർന്ന് എന്ത് ചെയ്യണം? ഫലം പുറപ്പെടുവിക്കണം. ശാഖ മുന്തിരി തായ്തണ്ടാകുന്ന ആ കർത്താവിനോട് ചേർന്ന് ഫലം പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ മക്കൾ നല്ലവരാകും. മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ ചുറ്റുപാടുമുള്ള അയൽവാസികൾ നല്ലവരാകും. നമ്മുടെ സഹോദരങ്ങൾ നല്ലവരാകും. ഒരു കുടുംബത്തിൽ ഒരു കുടുംബമെങ്കിലും നല്ലതായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടായ്മയിൽ പോകുന്നവരാണ്, കൂട്ടായ്മയിൽ ഒരു നല്ല കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആ വലിയ സൗന്ദര്യം അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ വിശുദ്ധി ചുറ്റുപാടും, അതല്ലേ അൽഫോൻസാമയ്ക്ക് സംഭവിച്ചത്. അൽഫോൻസാമയുടെ വിശുദ്ധി ചുറ്റുപാടും പടരുക. അതുകൊണ്ടാണ് അൽഫോൻസാമ പറഞ്ഞത്, നീ എവിടെയായിരിക്കുന്നുവോ അവിടെ നീ പുഷ്പിക്കുക. നീ ഏത് കുടുംബത്തിലാണോ, ഏത് സ്ഥലത്താണോ, ഏത് സാഹചര്യത്തിലാണോ അവിടെ നീ പുഷ്പിക്കണം. അവിടെ തൈത്തണ്ടാകുന്ന സഭയോട്, ഈശോയോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ രൂപപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു തുറവി ആവശ്യമാണ്. ഒരു തുറവി. നമ്മൾ ഈ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോഴും
എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകുമ്പോഴാണല്ലോ നമുക്ക് വചന വ്യാഖ്യാനം പള്ളിയിലുണ്ടല്ലോ, പ്രസംഗം ഉണ്ടല്ലോ. ആ പ്രസംഗത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ നമ്മളോട് സംസാരിക്കുക. അപ്പോൾ ഓരോ ദിവസവും ഒരു വിശ്വാസി എങ്ങനെയാണ് പോകേണ്ടതെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, അത് ഈശോ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രസംഗം കഴിയേച്ച് എല്ലാമെന്ന് വിചാരിച്ചാൽ ആ പ്രസംഗത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ഈ വചനം. എൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് എങ്ങനെയാണ് വളരുന്നേ? ഞാൻ സ്വീകരിക്കുന്ന കുദാശകൾ വഴിയായിട്ടാണ്, ഞാൻ വായിക്കുന്ന ദൈവവചനം വഴിയായിട്ടാണ്, ഞാൻ കേൾക്കുന്ന വചനം വഴിയായിട്ടാണ്. അപ്പോൾ ഈശോയുടെ ആ വലിയൊരു അനുഗ്രഹം. ഇന്നലെ ഒരു പെങ്കൊച്ച് എന്നോട് പറഞ്ഞു, അവളുടെ അമ്മയെ ഇപ്പോൾ അവിടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ആങ്ങളമാർ സമ്മതിച്ചോ? അപ്പോൾ അവൾ പറഞ്ഞതാണ്, അമ്മ അവിടെ കിടന്ന് വിഷമിക്കുക. അപ്പം അമ്മ ഇവിടെ വന്ന് ഈ വചനം കേൾക്കാനും പള്ളിയിൽ പോയി വരുന്നവരുടെ ആ സഹവാസമൊക്കെ അമ്മയ്ക്ക് ലഭിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് തന്നെ ഒരു ഉണർവുണ്ടായി, ഒരു ഉന്മേഷമുണ്ടായി. വീട്ടിൽ രോഗികളായിട്ട് കിടക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ വചനം വായിച്ച് കേൾപ്പിക്കാനും, അവിടെ കുടുംബത്തിൽ താമസിക്കുന്നവർ കൂദാശകൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കാനും തയ്യാറായി കഴിയുമ്പോൾ ആ കുടുംബത്തിൽ രോഗികളായിട്ട് കിടക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. ഹല്ലേലൂയ.